എതിരായ സൈനിക നടപടികൾക്കായി റോയൽ എയർഫോഴ്സിന്റെ വ്യോമതാവളങ്ങൾ വിട്ടു നൽകണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം തള്ളി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറാണ് തള്ളിരംഗത്ത് എത്തിയത്. സ്വിൻഡനിലെ താവളം തുറന്നു കൊടുക്കില്ലെന്ന കർശന നിലപാടിലാണ് ബ്രിട്ടൻ. ഡിയാഗോ ഗാർഷ്യ ദ്വീപ് മൗറീഷ്യസിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്റ്റാമറുടെ നിലപാട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, കടുത്ത നിലപാട് തന്നെയാണ് ബ്രിട്ടൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ട്രംപിന്റെ നിലപാടിനോട് യാതൊരു കാരണവശാലും യോജിക്കില്ല എന്ന് ബ്രിട്ടൻ കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ബ്രിട്ടൻ ഈ ഒരു സന്ദേശത്തിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? രാഖി, ബ്രിട്ടന്റെ ഏതാണ്ട് 20 വർഷത്തിന് മുൻപായി ബ്രിട്ടൻ എടുത്ത നയപരമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു മറുപടി ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ ആവശ്യം, ട്രംപ് മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വിൻഡനിലെ, അതായത് ബ്രിട്ടനിലെ സ്വിൻഡനിലെ എയർബേസ്, റോയൽ എയർഫോഴ്സിന്റെ എയർബേസ് തങ്ങളുടെ സൈനിക ഓപ്പറേഷൻസിന് വിട്ടു നൽകണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അക്കാര്യം സാധ്യമല്ല എന്ന് വളരെ കൃത്യമായി തന്നെ കെയർ സ്റ്റാമർ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അറിയിക്കുകയായിരുന്നു. ഈ മറുപടിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യം, ഇറാനെതിരായ ഒരു ആക്രമണത്തിനുള്ള ഒരു നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ തങ്ങൾ അതിന്റെ ഭാഗമാകില്ല എന്ന കൃത്യമായ നിലപാട് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്ന ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതേസമയം ബ്രിട്ടൻ നേരത്തെ എടുത്ത ഒരു നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊന്നും സഹകരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് ബ്രിട്ടന് ഔദ്യോഗികമായി ഉണ്ട് എന്നതിന്റെ കൂടി പശ്ചാത്തലം ഇതിന്റെ പിന്നിലുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ രണ്ട് സാഹചര്യങ്ങളും ചേർത്ത് പരിശോധിക്കുമ്പോഴാണ് ചില അസ്വാരസ്യങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ, ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടി പുറത്തു വരുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിയാഗോ ഗാർഷ്യ ദ്വീപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിലപാട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഡിയാഗോ ഗാർഷ്യ ദ്വീപ് വിട്ടുകൊടുക്കുന്നതുമായി സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ വിട്ടുകൊടുക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മുലയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് ഇന്നലെ വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ സ്വാഭാവികമായും ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള പിന്തുണ വേണം, അല്ലെങ്കിൽ സൈനിക താവളങ്ങൾ വിട്ടു നൽകണം എന്നൊരാവശ്യം അമേരിക്ക മുന്നോട്ട് വയ്ക്കുമ്പോൾ ബ്രിട്ടൻ അതിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ കൃത്യമായും വായിച്ചെടുക്കേണ്ടത്, ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ എതിരായ ചില നീക്കങ്ങൾ ട്രംപ് നടത്തിയിരുന്നു. ആ നീക്കങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായൊരു മറുപടിയാണ് ബ്രിട്ടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ കടുത്ത ഒരു നിലപാട് ഇക്കാര്യത്തിൽ ബ്രിട്ടൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് ആശയപരമായ നിലപാടിന്റെയും ഒരു നയപരമായ നിലപാടിന്റെയും ഭാഗമാണ് എങ്കിൽ കൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്.